നല്ല മഴയല്ലേ കുഞ്ഞി? ആ ഇപ്പൊ തുടങ്ങിയത് 6 മണി ആയപ്പോഴെങ്ങാണ്ട് തുടങ്ങിയ മഴയാ. ഉയ്യോ ഏ ഇപ്പോഴും പെയ്തോണ്ടിരിക്കുവാ. പെരും മഴയായിരുന്നു. പുള്ളിയാനും മിന്നുന്നുണ്ട് ചെറുതായിട്ടെ. ചേട്ടാച്ചനാണ് ജിമ്മിലും പോയിട്ട് വന്നില്ല. അച്ഛൻ സിറ്റിയിലും പോയി. നമുക്ക് കുറച്ച് പണി തന്നിട്ടാ പോയത് കേട്ടോ. പാക്കിങ്. കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ വൈകിട്ടത്തേന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? എന്താവാന്നറിയോ? എന്നതാ? എന്തായിരിക്കും? എന്തുവായിരിക്കും? അയ്യോ കേറി വാ. കൊള്ളി എന്തുവായിരിക്കും? മിന്നല കേറി വാ. എന്നതാ? വാ. ഇതെന്തിനാ അമ്മ ഇപ്പൊ ഇരുന്ന് ഈ അച്ചമ്മച്ചി കപ്പളങ്ങ അരിയുന്നേ? രാവിലെ കുറെ പണിയുണ്ട്. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം. അപ്പം രാവിലെ എണീറ്റ് അതിന്റെ പണി തുടങ്ങണം. ഇത് രാവിലത്തേനുള്ള നിങ്ങൾക്ക് നാളെ സ്കൂളിൽ ചെന്ന് വിടാനുള്ള കപ്പളങ്ങയൊക്കെ ഇന്ന് അരിഞ്ഞു വെക്കുക. അപ്പോൾ എളുപ്പമുണ്ടല്ലോ രാവിലെ. അതിനുള്ള പണിയാ. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ? ഇല്ല. പിടിയും കോഴിക്കറിയും. അപ്പം കറി രാവിലത്തെ ഇരിപ്പുണ്ടേ. ഇച്ചിരി പിടിയും കൂടെ ഉണ്ടാക്കാം. സർപ്രൈസ് ആയി പോയല്ലോ. ഇതേ നമ്മുടെ അരിപ്പൊടിയാണേ. അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടി. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കുറച്ച് തേങ്ങായും ഇട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കുമല്ല, ഉപ്പിട്ടില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കാം. നിൽക്ക്. ഇളക്കുന്നതിന് മുമ്പ് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അതായിരിക്കും ഉപ്പല്ലേ. നമുക്ക് നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം. അറിയാലോ? ആണോ? അതെ. ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം നന്നായിട്ട്. ഇനി മാവെല്ലാം കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് കുഞ്ഞിയുടെ സഹായം കൂടെ വേണം. ഉരുളയാക്കണം. ചെറിയ ചെറിയ ഉരുളയാക്കണം. എങ്ങനെയാണ്? ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ഉരുളകളാക്കി എടുക്കണം. കുഞ്ഞി ഉരുളകളാക്കി എടുക്കണം. എന്റെ വേറെ ഷേപ്പായി പോവാ. ഇങ്ങനെ ഉരുട്ടിയാൽ മതി കൈയുടെ അകത്ത് വെച്ചിട്ട്. നമ്മൾ ഓണത്തിന് ഇതേ കളിയടക്ക ഉണ്ടാക്കിയല്ലേ, എണ്ണയ്ക്കകത്ത് വറുത്ത് കോരിയ കളിയടക്ക. അപ്പൊ ഇഷ്ടമുള്ളവരുണ്ടാക്കാം ഒരു മാവ് വെച്ച്. ഇങ്ങനെ തന്നെ ഇതിനകത്ത് മുറുക്കുണ്ടാക്കുന്നതും. അരിമുറുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാലോ. ഞാനേ ഓണത്തിന് അമ്മ കളിയടക്ക ഉണ്ടാക്കിയപ്പോ ഓർത്ത് അമ്മയ്ക്ക് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ, അമ്മ കണ്ടുപിടിച്ചായിരിക്കും. എന്നിട്ട് ഓണം കഴിഞ്ഞ് ചെന്ന വീട്ടിലെല്ലാം അതുണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ വരെ ഉണ്ടായിരുന്നു. അത് ഓണത്തിന് ഉണ്ടാക്കുന്നതാ. ഞാൻ ഓർത്ത് അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളായിരിക്കും, അത് വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അതൊരു ഓണ വിഭവമാണ്. നമ്മൾ ഉപ്പേരി ശർക്കര വരട്ടിയൊക്കെ പോലെ തന്നെ ഓണത്തിനുണ്ടാക്കുന്ന സംഭവമാണ് അതും. അല്ലാത്തപ്പോ അങ്ങനെ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഓണ സമയത്താണ് അത് കൂടുതലായിട്ടും കാണുന്നത്. അതെ അതെ, പെട്ടെന്നാവുന്നുണ്ടല്ലോ. നമുക്കിതെല്ലാം ഉരുട്ടിയെടുക്കണം. നിങ്ങൾ സ്കൂളോട്ട് വരുമ്പം പിടി ഉണ്ടാക്കി വെക്കത്തില്ലേ നേരത്തെ? അത് മധുരമുള്ളത്. പഞ്ചസാര ചേർക്കും അതിനകത്ത്. ഇതിന് മധുരമില്ലേ? ഇത് നമ്മള് കറിയുടെ കൂട്ടത്തിൽ കൂട്ടാനുള്ളത് കഴിക്കാനായിട്ട് കുറച്ച് മധുരമുള്ളതുണ്ടാക്കിക്കോയേ. കറിയുടെ കൂട്ടത്തിൽ കഴിക്കാനുള്ളതായതുകൊണ്ട് എരിവായി പോവും. ഇത് മധുരം വെക്കാതെ. ഏതാ? ഇപ്പൊ എല്ലാം ഉരുട്ടിയെടുക്കാതെ ചെറുതായിട്ട് ഉരുട്ടണം. സ്വല്പം കൂടി പോകുന്നുണ്ട്. നമ്മുടെ ഉരുളയെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതേ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ. ഇനി തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇറക്കിയിട്ട് കൊടുക്കാം. ബാവുഞ്ഞി പെറുക്കിയിട്ടോളൂ. ഞാനും കൂടെ പെറുക്കിയിടാം. പെറുക്കിയിട്ടോ. കൈ വെള്ളല്ലേ, തെറിക്കും. തിളച്ച വെള്ളമാണേ. ഞാൻ നേരത്തെ ഓർക്കുമായിരുന്നു ഇങ്ങനെ വെള്ളത്തിനകത്തോട്ട് മാവിട്ട് കഴിയുമ്പോഴേ അങ്ങനെ പടർന്ന് ഇതെല്ലാം കൂടെ കലങ്ങി പോവല്ലേന്ന്. വലിയ അത്ഭുതമാ അല്ലേ? പോവൂല. തിളച്ച വെള്ളത്തിലോട്ടല്ലേ ഇടുന്നേ. അപ്പൊ ഇടുമ്പോ തന്നെ മാവ് വേകുന്നോണ്ടായിരിക്കും. അറിയാവുന്നവരെല്ലാം ഉണ്ട്, കമന്റ് ഇടുക കേട്ടോ. മനസ്സിലാവുന്നില്ല. ഇനി ഇത് ഇതിനകത്ത് കിടന്ന് കുറച്ച് ഇത് ശരിക്കും പറഞ്ഞാ വെന്തതാ. ഇത് നമ്മള് തിളച്ച വെള്ളത്തിലിട്ടല്ലേ കുഴച്ചെടുത്തത്. അപ്പം ഇതിന് വെള്ളം കൂടെ വരണ്ടേ? ഇതിന് നമ്മൾ പാലെടുക്കാനായിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇത് വെന്ത് കുറുകി കഴിയുമ്പോൾ തേങ്ങാപ്പാലോട് ഒഴിച്ചു കൊടുക്കും.
അപ്പൊ ഇനി വെന്ത് ഊറുകട്ടല്ലേ? പറയുമ്പോ നമ്മളവർക്ക് എന്തോ വലിയ സംഭവമാണ്. അതെ. പിടിയും കോഴിക്കറിയും എന്നൊക്കെ പറയുമ്പോ മാവ് കുഴച്ച് വെള്ളത്തിൽ ഇട്ടാ മതി. ഏറ്റവും എളുപ്പമുള്ള സംഭവം ഇതൊക്കെ. വരുന്നുണ്ടല്ലോ. വണ്ടിയുടെ വെട്ടമടിക്കുമ്പോ കണ്ടോ മഴ പെയ്യുന്നതും മഞ്ഞ് കയറിയിരിക്കുന്നതും എല്ലാം നല്ലപോലെ കാണാവേ. ചേട്ടാച്ചനും വന്നോ? അച്ഛൻ ചേട്ടാച്ചനെ കൂട്ടിക്കൊണ്ട് വരാൻ നിന്നതാന്ന് തോന്നുന്നു. നമ്മുടെ ഉരുളയെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാല് വെള്ളമാണല്ലോ കൂടുതൽ. തേങ്ങ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത്. അല്ലെ ഭയങ്കര കട്ടിയല്ലേ, അതുകൊണ്ട് ഇനി ഒന്ന് ചൂടായാൽ മതി. എല്ലാരും വന്നോ? ഇനി എല്ലാരും വന്നു. വിളിക്കട്ടെ എല്ലാരും. നമ്മുടെ ചിക്കൻ കറി ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കണം. ചില മല്ലിയിലൊക്കെ ഇട്ട്. അപ്പോഴേക്കും എല്ലാവരോടും കുളിച്ചിട്ട് റെഡി ആയിട്ട് വരാൻ പറ. നമ്മുടെ പിടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കുറുകി വന്ന് നന്നായിട്ട്. പിന്നെ ചിക്കൻ കറി നല്ല ചാറില്ലാതെ. ഇതിപ്പം മല്ലിയിലക്കറിക്കകത്ത് ചിക്കൻ ഇട്ട അവസ്ഥയല്ലോ നീ. അതെ അതെ അതെ. ചിക്കൻ കറിക്കകത്ത് മല്ലിയില മാത്രമേ കാണാറുള്ളൂ. അതെ. കഴിച്ചേക്കാം. എല്ലാരെയും വിളിച്ചോണ്ട് വരൂ. നേരത്തെ കിടക്കണം. ഭയങ്കര ക്ഷീണമാണ്. ശരിക്കും പിടിയുടെ കൊടുത്തേ കഴിക്കുന്നുണ്ടല്ലോ. നാടൻ കോഴി തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കറിയാ. തൽക്കാലം നമുക്ക് ഇതേ ഉള്ളായിരുന്നു. നമ്മളോട് ബിന്ദു ചേച്ചി എന്നും ചോദിക്കലായിരുന്നോ പിടിയും കോഴിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാവോന്ന്. ബിന്ദു ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ. നാളെ എങ്ങാണ്ട് കൂണിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച. എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കി. കൊള്ളാം. കഴിക്ക്. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് കപ്പ വറുത്തു, ചിപ്സ് ഉണ്ടാക്കി, ശർക്കര വരട്ടി ഉണ്ടാക്കി. വന്നിട്ട് ചോദിക്കുവാളെ. ഞാൻ എന്നോട് പറഞ്ഞേ തേങ്ങ വാങ്ങിച്ചോണ്ട് നേരത്തെ വരുവാണേ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കാം. അപ്പം ഞാൻ തേങ്ങയെല്ലാം വാങ്ങിച്ച് കൊടുത്തിട്ട് പോയതാ. ഇപ്പം ഞാൻ വന്നിട്ട് ചോദിച്ചു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്നാ മിഷനാണ്. എങ്ങനെ ചോദിക്കാതിരിക്കും. അതെ അതെ. വീട്ടിലത്തെ പണി മുഴുവൻ ചെയ്യണം. ഇല്ലെന്നേ ഞാൻ പറഞ്ഞത് എന്നോട് നേരത്തെ തേങ്ങ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി തേങ്ങ എല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടാ പോയത്. ഞാനവിടുത്തെ പകുതി ഇന്ന് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ഈ വൈകുന്നേരം മഴ പെയ്തുകൊണ്ട് കറണ്ട് പെട്ടെന്ന് പോവുക. അപ്പൊ പിന്നെ തേങ്ങ പൊട്ടിച്ച് ചിരണ്ടി കഴിഞ്ഞിട്ട് കറണ്ട് ഇല്ലെങ്കിൽ എന്നാ ചെയ്യും? അതുകൊണ്ടാ ചിരണ്ടാതിരുന്നേ. ഞങ്ങൾക്ക് തന്നെ പണിയാ. അല്ലെങ്കിൽ നാളെ തേങ്ങ കളയി. ഞാനേ ഇന്ന് നേരത്തെ പോയി കിടന്നു. രാവിലെ മുതലുള്ള പണിയാണ്. രാവിലെ കപ്പ എരിഞ്ഞ് വറുത്തു. കപ്പ എരിഞ്ഞ് വറുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ ചിപ്സ് ഉണ്ടാക്കി, പിന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കി. പിന്നെ വീട്ടിലെ പണി മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തു. അപ്പൊ ഞാൻ എടുത്തു. ഞാൻ ഇനി പോയി കിടന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ കുറച്ച് പാക്കിംഗ് ഉണ്ട്, അതോടെ കഴിഞ്ഞിട്ടോ. നിങ്ങൾ പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് എപ്പോഴേലും കിടന്നു. മതിയല്ലേ? അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.